നമസ്കാരം. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ലോകമാകമാനമുള്ള ജനജീവിതം ആശങ്കയിലാണ്. നാളെ എന്നത് ഒരു അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നു. പെട്രോൾ വില കൂടാൻ പോകുന്നു. അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു. ബാങ്ക് പലിശ കുറയാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ്. സ്വർണ്ണവില കൂടിക്കൊണ്ടേയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലുള്ള തൊഴിലവസരവും മങ്ങുകയാണ്. NRI പൗരന്മാർക്ക് മാതൃരാജ്യത്തിൽ ഒരു റിസർവ് ഫണ്ട് ഉണ്ടായിരിക്കണം എന്ന് ഞങ്ങൾ പലപ്പോഴും പറയുന്നത് ഇപ്പോൾ മനസ്സിലാക്കി കാണും. ജിയോ പൊളിറ്റിക്കൽ റിസ്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്ന് ഒന്നുകൂടെ തെളിയിച്ചിരിക്കുന്നു. റിട്ടയറായി കഴിയുന്നവരുടെ ജീവിതം വളരെ ദുസ്സഹരം ആയിരിക്കുകയാണ്. റിട്ടയർ ചെയ്തതിന് ശേഷം ഏകദേശം 20 വർഷം അല്ലെങ്കിൽ 25-30 വർഷമൊക്കെ ജീവിക്കേണ്ടതിന് വേണ്ട വരുമാനം ലഭിക്കണം. അതിനുള്ള വരുമാനം നമ്മൾ നേരത്തെ തന്നെ കരുതി വയ്ക്കണം. ബാങ്ക് FDയുടെ ഇൻട്രസ്റ്റ് കൊണ്ട് ജീവിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. എന്നാൽ ബാങ്ക് പലിശ വികസിത രാജ്യങ്ങളിൽ തുലോം തുച്ഛമാണെന്ന് എത്ര പേർക്കറിയാം? പല വികസിത രാജ്യങ്ങളിലും പലിശ നിരക്ക് 1%, 2% അല്ലെങ്കിൽ 3% മാത്രമാണ്. ഇന്ത്യ രാജ്യം വളരുന്നതനുസരിച്ച് ഇവിടെയും അതേ അവസ്ഥയായിത്തീരും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു റിസ്കിനെ പറ്റി എത്ര പേർക്കറിയാം? അതാണ് റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്. ഓരോ തവണ FD പുതുക്കുമ്പോഴും പുതിയ പലിശ നിരക്ക് ആയിരിക്കും ലഭിക്കുന്നത്. പലിശ നിരക്ക് കുറഞ്ഞു വരികയാണല്ലോ. ഈ സാഹചര്യത്തിലാണ് ഒരിക്കലും പലിശ നിരക്ക് കുറയാത്ത ആനുവിറ്റി പെൻഷൻ പദ്ധതികളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഈ പദ്ധതികൾ ജീവിതകാലം മുഴുവൻ നിരക്ക് ഗ്യാരണ്ടി ആയിട്ട് ലഭിക്കും. ഒരിക്കലും കുറയുകയില്ല. നിങ്ങളുടെ വാർദ്ധക്യകാലത്തെ അത്യാവശ്യ ചെലവുകൾക്കുള്ള വരുമാനമെങ്കിലും ഈ ഉറപ്പുള്ള പദ്ധതിയിൽ നിന്ന് ലഭിക്കണം. അതിനുള്ള ആനുവിറ്റി പെൻഷൻ പദ്ധതികളിൽ നിങ്ങൾ നിക്ഷേപിക്കണം. ബാക്കി പണമൊക്കെയും മറ്റ് പദ്ധതികളിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിക്ഷേപിക്കാവുന്നതാണ്. എല്ലാവരും ഉറപ്പായി ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഇതുപോലെ ജീവിതകാലം മുഴുവൻ ഉറപ്പായ വരുമാനം തരുന്ന പദ്ധതികളെക്കുറിച്ച് അറിയുവാൻ ഞങ്ങളെ സമീപിക്കുക. ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യുക. ഇന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉറപ്പായ വരുമാനം ലഭിക്കുന്ന പദ്ധതികളിൽ അംഗമാകുക. താങ്ക് യു.